Hey guys, once again welcome back to my YouTube channel Inspire Hope Malayalam. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നാവും കൂടുതൽ കേട്ടിട്ടുള്ളത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കൂടുതൽ ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു: ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നെയിമിന്റെ നേരെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും സഹോദരന്മാർക്കും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറക്കാതെ ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഗൈസ്, ഈ കാലത്ത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കൊരു കോഴ്സ് പഠിക്കാം. ഫസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ റെഗുലർ കോഴ്സ്. സെക്കൻഡ് വേ ആണ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. റെഗുലർ കോഴ്സ് എന്താണ്? സാധാരണ എല്ലാവരും കോളേജിൽ പോകുന്നു, എല്ലാ ദിവസവും കോളേജിൽ പോയി അവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, പ്രോജക്ട്സും പ്രാക്ടിക്കൽസും അസൈൻമെൻറ്റ്സും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു, അറ്റൻഡൻസും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കോളേജ് കാലം കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിക്കുന്നു. അതാണ് റെഗുലർ കോഴ്സ്. രണ്ടാമത്തേതാണ് ഡിസ്റ്റൻസ് ലേണിംഗ് ഓർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ഡിഗ്രി ചെയ്യാനും അല്ലെങ്കിൽ PG ചെയ്യാനും ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. റെഗുലർ ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ. ഇവിടെ കുട്ടികൾക്ക് എന്നും കോളേജിൽ പോകണ്ട, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട. പിന്നെ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈ കുട്ടികൾ ആ കോഴ്സ് പൂർത്തിയാക്കുന്നത്? എങ്ങനെയെന്നാൽ ഇവിടെ ഓൺലൈൻ ക്ലാസ് ആണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഏത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നിങ്ങളുടെ വീട്ടിലെത്തിക്കും. മെയിൽ വഴി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ PDF ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് വഴി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെത്തിക്കും. ഇങ്ങനെയാണ് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണല്ലോ ഇതിനകത്ത്. സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ചില റെപ്യൂട്ടഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ചിലയിടത്ത് വിരളമാണ്, ചിലയിടത്ത് കാണില്ല. ചില യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ സ്വയമായിട്ട് പഠിച്ച് അവർ തരുന്ന മെറ്റീരിയൽസ് വെച്ച് പഠിച്ച് അവർ പറയുന്ന അടുത്ത് പോയി പരീക്ഷ എഴുതുക, അങ്ങനെയുള്ളതായിരിക്കും. സോ ചില റെപ്യൂട്ടഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് നൽകുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓർ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് നമ്മൾ ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ഒരു കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. റെഗുലർ ബേസിസിലും റെഗുലർ കോഴ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് വിച്ച് ഈസ് മോർ ബെനിഫിഷ്യൽ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഏകുന്നത് ഏത് രീതിയിൽ പഠിച്ചാലാണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അതാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഗൈസ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. സോ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ആദ്യം നമ്മൾ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന ഒരു കോഴ്സ്, UG കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിശാലമായ ഒരു കോഴ്സാണ്. നമ്മൾക്കറിയാം ഏറ്റവും മികച്ച കോഴ്സുകളിൽ ഒന്നാണ് അത്, ശരിയല്ലേ? ഇതിൽ അക്കൗണ്ടൻസിയോടൊപ്പം കുട്ടികൾ കമ്പ്യൂട്ടറിനെ പറ്റിയും അതിൻ്റെ പുതിയ ലാംഗ്വേജസിനെ പറ്റിയും പഠിച്ചു തുടങ്ങുന്നു. അതായത് DBMS, C++, ജാവ തുടങ്ങിയ ലാംഗ്വേജസും പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു കോളേജിൽ നിന്നും പോയി പഠിക്കുന്ന ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതുമായിട്ട് ഈ വാസ്റ്റ് സബ്ജക്ട്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അഥവാ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇത്രയും വാസ്റ്റ് പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് അതാണ്. ഡിസ്റ്റൻസ് ലേണിങ്ങിൽ സെൽഫ് സ്റ്റഡി മെയിൻ ആണ്, നമ്മൾക്കറിയാം. സോ രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല. സെൽഫ് സ്റ്റഡി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പോർഷൻസ് കവർ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതായത് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാകും.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീച്ചറിൻ്റെ ആവശ്യം വരും, ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കണം അല്ലേ. പക്ഷേ ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് റെഗുലർ ഗൈഡൻസ് അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നേ ഇല്ല. സോ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്. കാരണം നമുക്ക് റെഗുലർ ഗൈഡൻസും കിട്ടുന്നില്ല, അതുപോലെ പേഴ്സണൽ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നില്ല. ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ നമുക്ക് റെഗുലർ ഗൈഡൻസ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ നമുക്കത് കിട്ടുന്നില്ല. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഇനി മൂന്നാമത്തെ നോക്കാം. തിയറി പേപ്പർ മാത്രമുള്ള കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെയുള്ള ഡിഗ്രിയിൽ തിയറി പേപ്പർ മാത്രമല്ല പ്രാക്ടിക്കൽ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, തിയറി പേപ്പർ നമുക്ക് എങ്ങനെയും പഠിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഡിസ്റ്റൻസ് ലേണിംഗ് വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോഴ്സിൽ പ്രാക്ടിക്കലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾക്കറിയാം അല്ലേ. അഥവാ നിങ്ങൾ വീട്ടിലിരുന്ന് സ്വന്തം കമ്പ്യൂട്ടറിൽ അവരയച്ചു തരുന്ന, ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരയച്ചു തരുന്ന മെറ്റീരിയൽസ് വെച്ച് സ്വന്തം കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകുകയാണ്, സ്റ്റക്കായിപ്പോയി, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്നൊരു കമ്പ്യൂട്ടർ ടീച്ചറിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാകുന്നു, പക്ഷേ നിങ്ങൾക്ക് അവിടെ ആരുമില്ല ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അഥവാ ഇതേ സമയം നിങ്ങളൊരു കോളേജിലാണെങ്കിൽ ലാബിൽ പ്രാക്ടിക്കൽ സമയത്ത് ടീച്ചേഴ്സ് ഒപ്പമുണ്ട്. എന്ത് ഡൗട്ട്സും ഈ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സും അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരാൻ അവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് നന്നായിട്ട് പഠിക്കാനും പറ്റും. വീട്ടിലിരുന്ന് നമ്മൾ പഠിക്കുന്നു, അതുപോലെ തന്നെ കോളേജിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ റെഗുലർ ഗൈഡൻസ് ഉണ്ടാവുന്നു. ഈ പ്രാക്ടിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ പഠിക്കുന്നു, അവരിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഈ പ്രാക്ടിക്കലിൻ്റെ പ്രാധാന്യം ഈ കോഴ്സിൽ വളരെയധികം കൂടുതലാണ്. സോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ലേണിംഗ് നമുക്ക് അത്ര ഗുഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട്. സോ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് വ്യക്തിത്വ വികസനം, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. കോളേജ് ക്യാമ്പസിൽ ഇപ്പോൾ അഥവാ നിങ്ങളൊരു കോളേജിലാണെങ്കിൽ കോളേജ് ക്യാമ്പസിൽ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ്, അവിടെയുള്ള അധ്യാപകരോടും സഹപാഠികളോടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അവരുടെ കൂട്ടത്തിൽ ഗ്രൂപ്പ് വർക്കും അസൈൻമെൻറ്റ്സും പ്രോജക്റ്റും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യും. അവിടെ ഗ്രൂപ്പ് വർക്കില്ല, നിങ്ങൾ ഇൻഡിവിജ്വൽ സെൽഫ് സ്റ്റഡിയാണ്, അവിടെ ഗ്രൂപ്പ് വർക്കില്ല. അതുപോലെ പ്രോജക്ട്സ് ഉണ്ടോ ഗ്രൂപ്പായിട്ട് അങ്ങനെയൊന്നും ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ ഇല്ല. സോ അത് നിങ്ങൾ മിസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. മറ്റൊരു പ്രശ്നം നിങ്ങൾ ചിലപ്പോൾ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ കമ്പനികളിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് സ്റ്റുഡൻസിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കോഴ്സ് നോക്കും, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചതെന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ റെഗുലർ കോഴ്സ് പഠിച്ച കുട്ടികൾക്കാവും മുൻഗണന കൊടുക്കുക. കാരണം ഒരു കാര്യമേ ഉള്ളൂ, എന്താണെന്നറിയാമോ, അവർക്കാണ് വർക്ക് എക്സ്പീരിയൻസ് കൂടുതൽ. കോളേജിൽ സഹപ്രവർത്തകരുമായിട്ട് വർക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ളത് അവർക്കാണ്. സോ അവർക്ക് മുൻഗണന കൂടും. അങ്ങനെ വരുമ്പോൾ ഏതാണ് നല്ലതെന്ന് നമ്മൾ ചിന്തിക്കും. ഇതുപോലെ UG കോഴ്സുകളൊക്കെ റെഗുലർ ബേസിസിൽ പഠിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. സോ ഇത്രയൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. സോ ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞതിൽ വല്ല ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഡിസ്റ്റൻസ് ലേണിങ്ങിൽ സെൽഫ് സ്റ്റഡിയാണ് മെയിൻ. നമ്മൾ പറഞ്ഞു അല്ലേ, എന്നും കോളേജിൽ പോകണ്ട. അതുപോലെ തന്നെ ഈ റെപ്യൂട്ടഡ് പ്രൈവറ്റ് കോളേജസിലൊക്കെ പോലെയുള്ള ഹൈ ഫീസ് സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവില്ല. കോഴ്സുകൾക്കൊക്കെ ഫീസൊക്കെ ഇളവ് കാണും. ഇനി നമുക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് പഠിക്കാം. ഡെയിലി കോളേജിൽ പോകണ്ടാത്തത് കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ചില സ്റ്റുഡൻസിന് പഠിത്തത്തിൽ പ്രഷർ അനുഭവപ്പെടും. അതായത് ഈ ചിലപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഭയങ്കര ഒരു പ്രഷറായിരിക്കും. നമുക്ക് ചിലപ്പോൾ വയറ്റിൽ കത്തലൊക്കെ എടുക്കുമായിരിക്കും. ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോട്ട്സൊക്കെ ഒരുപാട് എഴുതുമ്പോൾ പ്രഷർ വരുന്നു, അറിയാതെ കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാവുന്നു. സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലേ. എന്നാൽ ഈ പ്രശ്നം ഡിസ്റ്റൻസ് ലേണിങ്ങിൽ ഉണ്ടാവില്ല.
ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നല്ലത്. കാരണം ഇവിടെ ടൈം ലിമിറ്റ്സ് ഇല്ല, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം. മനസ്സിലായോ? സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ കോഴ്സിനുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് BCom വേണമെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു കോഴ്സിനോടൊപ്പം നമുക്ക് മറ്റൊരു കോഴ്സ് അഡീഷണൽ ആയിട്ട് വേണേ പഠിക്കാം. കാരണം നമ്മൾ സെൽഫ് സ്റ്റഡിയാണ്, വീട്ടിൽ 24 മണിക്കൂറുള്ള സമയത്ത് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഇത് പഠിക്കും. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. കുട്ടികളുമായിട്ട് അവരുമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ നേടണമെങ്കിൽ റെഗുലർ കോഴ്സാണ് നല്ലത്. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടമായില്ലേ എങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടേ പോകാവൂ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ, എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. പിന്നെ ഒറ്റൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോവല്ലേ.